ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഇന്ന് മഹാശിവരാത്രി. വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ ഒഴുക്ക്. മഹാപരിക്രമയാത്രയിൽ നൂറുകണക്കിന് പേർ അണിനിരന്നു. തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് റവന്യൂ മന്ത്രി കെ രാജനെയും മുൻമന്ത്രി VS സുനിൽകുമാറിനെയും പ്രതി ചേർത്ത് കേസെടുക്കണമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. തിരുവമ്പാടി ദേവസ്വത്തെ പ്രതി ചേർക്കാനുള്ള നീക്കം വാദിയെ പ്രതിയാക്കുന്ന നിലപാടാണെന്നും ഗോപാലകൃഷ്ണൻ. ചാവക്കാട് അകലാട് 3 ഇനിയിൽ വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന 7 വയസ്സുകാരന് തെരുവ് നായയുടെ കടിയേറ്റു. രക്ഷിക്കാനെത്തിയ അമ്മയ്ക്കും നായയുടെ കടിയേറ്റു. ഒല്ലൂർ ക്രിസ്റ്റഫർ നഗർ ജംഗ്ഷനിൽ മിനി ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണിലും ലോട്ടറി കടയിലും ഇടിച്ച് അപകടം. വരന്തരപ്പള്ളി വില്ലേജ് ഓഫീസിന് സമീപം കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിച്ചു. തൃപ്രയാർ ബസ് സ്റ്റാൻഡ് വാടകയ്ക്ക് നൽകാനുള്ള പഞ്ചായത്ത് ഭരണസമിതി തീരുമാനത്തിനെതിരെ CPM. പുതിയ തീരുമാനം ബസ് യാത്രക്കാരെയും ജീവനക്കാരെയും പ്രതികൂലമായി ബാധിക്കുമെന്നും ആരോപണം. ക്രൈസ്തവ വിശ്വാസികളുടെ വലിയ നോമ്പാചരണത്തിന് നാളെ തുടക്കം. നോമ്പിന് തുടക്കം കുറിച്ച് നാളെ വിഭൂതി തിരുനാൾ ആചരിക്കും. വാർത്തകൾ വിശദമായി. ശ്രീ പരമേശ്വരനെ രാപ്പകൽ ഭജിച്ച് ഭക്തർ നിർവൃതിയടയുന്ന മഹാശിവരാത്രി ഇന്ന്. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി നാളിലാണ് മഹാശിവരാത്രി. വ്രതം നോറ്റ ഭക്തർ ഇന്ന് രാത്രി ഉറക്കമിളച്ച് ശിവഭജനം നടത്തും. നാളെ പുലർച്ചെ ഭക്തർ പിതൃതർപ്പണം നടത്തും. ലോകരക്ഷാർത്ഥം കാളകൂട വിഷം ശ്രീ പരമേശ്വരൻ പാനം ചെയ്തപ്പോൾ വിഷം ഉള്ളിൽ ചെല്ലാതിരിക്കാൻ പാർവതീദേവി പതിയുടെ കണ്ഠത്തിൽ മുറുക്കി പിടിച്ചു. മഹേശ്വരന് ആപത്തൊന്നും വരാതെ പാർവതീദേവി ഉറക്കമിളച്ച് പ്രാർത്ഥിച്ച ദിവസമാണ് ശിവരാത്രി എന്നാണ് വിശ്വാസം. ശിവക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത്. തൃശൂർ ശ്രീ വടക്കുന്നാഥ ക്ഷേത്രം, ചൊവ്വല്ലൂർ മഹാദേവ ക്ഷേത്രം, മമ്മിയൂർ മഹാദേവ ക്ഷേത്രം എന്നിവിടങ്ങളിൽ വൻ തിരക്കാണ്. ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ വൈകിട്ട് 6-ന് ലക്ഷദീപം തെളിയും. രാത്രിയിൽ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പുകൾ വടക്കുന്നാഥ ക്ഷേത്രത്തിലെത്തും. ശിവരാത്രിയോടനുബന്ധിച്ച് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ മഹാപരിക്രമയാത്ര നടന്നു. ശ്രീമൂലസ്ഥാനത്ത് നിന്ന് ആരംഭിച്ച മഹാപരിക്രമയാത്ര വടക്കുന്നാഥ ക്ഷേത്രം ചുറ്റി ശ്രീമൂലസ്ഥാനത്ത് തന്നെ സമാപിച്ചു. സ്വാമി നന്ദാത്മജാനന്ദ ഉദ്ഘാടനം ചെയ്തു. 100 കണക്കിന് പേരാണ് പരിക്രമയാത്രയിൽ പങ്കെടുത്തത്. നിങ്ങൾ എപ്പോഴാണ് ചുറ്റുമുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്? അതെ, അജ്ഞാനമാകുന്ന നിദ്രയിലാണ് നമ്മൾ. ആ ഉറക്കത്തിൽ ആത്മാവുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ശിവരാത്രിയോടനുബന്ധിച്ച് തൃശൂർ വടക്കുന്നാഥന്റെ മുൻപിൽ 4-അംഗ കലാകുടുംബം അവതരിപ്പിച്ച രാഗനടനം ശ്രദ്ധേയമായി. അമ്മയുടെ നൃത്തച്ചുവടുകൾക്ക് അച്ഛനും മക്കളും ചേർന്ന് പിന്നണി പാടിയും സംഗീതം പകർന്നുമാണ് പൂർണ്ണ പിന്തുണ നൽകിയത്. ഇങ്ങനെ മഹാദേവ സന്നിധിയിലെ ശിവരാത്രി മണ്ഡപത്തിൽ അരങ്ങേറിയ കലാകുടുംബത്തിന്റെ പ്രകടനം ആസ്വാദക മനം കവർന്നു. അരിമ്പൂർ സ്വദേശിയായ ഫ്ലൂട്ടിസ്റ്റും സംഗീതജ്ഞനുമായ മനോഷ്, ഭാര്യയും നൃത്താധ്യാപികയുമായ RLV വിസ്മിത, മക്കളായ 8-ാം ക്ലാസ്സുകാരി പ്രണയ, 2-ാം ക്ലാസ്സുകാരൻ മനോവിസ്മയ് എന്നിവരാണ് വേറിട്ട കലാവതരണം കൊണ്ട് ശ്രദ്ധ നേടിയത്. ശങ്കർ ഗോവിന്ദ് എഴുതിയ ശിവനെയും പാർവതിയെയും കുറിച്ചുള്ള ശ്ലോകത്തിന് മനോഷ് സംഗീതം നൽകി വേദിയിൽ അവതരിപ്പിച്ചപ്പോൾ വിസ്മിത നൃത്ത സംവിധാനം ചെയ്ത് വേദിയിലെത്തിച്ചു. പരിണയം സിനിമയിലെ പാർവണേന്ദുമുഖി പാർവതി എന്ന ഗാനം ഭരതനാട്യം രീതിയിൽ ചിട്ടപ്പെടുത്തിയായിരുന്നു അവതരണം. അമ്മയുടെ ചുവടുകളും അച്ഛൻ്റെ ആലാപനവും പുല്ലാങ്കുഴൽ വാദനവും മക്കളുടെ പാട്ടുമെല്ലാം ഒരുമിച്ച് ഒരു വേദിയിലെത്തിയത് ശിവരാത്രി ആഘോഷവേദിയെയും സവിശേഷമാക്കി.
ഞാൻ സാഷ്ടാംഗം നമിക്കും നീതാ സമാധി കൊള്ളും സച്ചിന്മയ സംഹാരാധിപ സമസ്താപരാധം വടക്കുംനാഥനെ പ്രകീർത്തിച്ചുകൊണ്ട് കാണികളുടെ കരഘോഷത്തിലാണ് അവതരണം കലാശിച്ചത്. തബലയിൽ വിനോഷും, റിതം പാഡിൽ വിനോദും, കീബോർഡിൽ ലെനുവും പിന്നണിയിൽ പ്രവർത്തിച്ചു. TCV തൃശൂർ. തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ഭക്തിനിർഭരമായി. ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ക്ഷേത്രം തന്ത്രി കരകന്നൂർ വടക്കേടത്തുമന നാരായണൻ നമ്പൂതിരിപ്പാടിന്റെയും മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെയും കീഴ്ശാന്തി സജിത് നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. ക്ഷേത്രത്തിൽ പ്രസാദവൂട്ടും ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ദേവസ്വത്തിന്റെ ഗജവീരന്മാരെ അണിനിരത്തി വിശേഷാൽ എഴുന്നള്ളിപ്പ് മേളം നടന്നു. അവരിത് അകത്താക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആവണുള്ളൂ, സമയമൊക്കെ ആവണുള്ളൂ. എന്നാലും കഴിഞ്ഞാൽ വേണ്ട വിധത്തിലൊന്നും അതിന്റെ അകത്തേക്ക് ആവില്ല. അകത്തേക്ക് ആക്കണം നിരീക്ഷിച്ചിട്ടാണെങ്കിൽ ഇവിടെ മുമ്പിൽ വന്നിരുന്നോളൂ, വിരോധമൊന്നുമില്ല. വേണമെന്നുണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ ഡാവിഞ്ചി സുരേഷ് ഐസുകട്ടയിലും പെയിന്റടിച്ചു. ലഡാക്കിലെ കൈലാസ പർവ്വത താഴ്വരകളിലെ ഐസുകട്ട പ്രതലത്തിലാണ് ഡാവിഞ്ചി സുരേഷ് ചിത്രം വരച്ച് പെയിന്റടിച്ചത്. ശിവരാത്രി ആഘോഷത്തിന് വർണ്ണഭംഗിയേകിയാണ് ലഡാക്കിലെ കൈലാസ പർവ്വത താഴ്വരകളിൽ 70 അടി വലുപ്പത്തിലുള്ള ഐസുകട്ട പ്രതലത്തിൽ ഡാവിഞ്ചി സുരേഷ് ചിത്രമൊരുക്കിയത്. എമൽഷൻ സ്റ്റൈനറുകൾ ഉപയോഗിച്ച് -12 ഡിഗ്രി തണുത്ത കാലാവസ്ഥയിൽ ഐസുകട്ടയായി ഉറച്ചുകിടക്കുന്ന പ്രതലത്തിൽ 6 മണിക്കൂർ കൊണ്ടാണ് ചിത്രം വരച്ചെടുത്തത്. ഡാവിഞ്ചി സുരേഷിന്റെ 98ാമത്തെ മീഡിയമാണ് ഐസുകട്ടയിലെ പെയിന്റിംഗ്. ലഡാക്കിലെ പോലീസിന്റെ പ്രത്യേക അനുമതിയോടും സൈനിക ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയുമാണ് ലോകത്തിലെ ആദ്യത്തെ ഐസിലെ ഏറ്റവും വലിയ ചിത്രം തീർക്കാനായത്. ഫെബ്രുവരി 9-നാണ് ഡാവിഞ്ചി സുരേഷും സംഘവും ദൗത്യവുമായി ലഡാക്കിലെത്തിയത്. കേരളത്തിൽ വരാനിരിക്കുന്ന കൈലാസ മെഡിറ്റേഷൻ ആശ്രമം ആൻഡ് ഗ്ലോബൽ ട്രസ്റ്റ് ആണ് സുരേഷിന് സഹായമൊരുക്കിയത്. നമുക്ക് ഈ ലഡാക്കിൽ വന്ന് ഇങ്ങനെ ഒരു ചിത്രം ചെയ്യാനുള്ള ഒരു അനുമതി പത്രം കിട്ടണമല്ലോ. അതിന് ഏറ്റവും സഹായമായിട്ടുള്ള എൻ്റെ നാട്ടുകാരനായിട്ടുള്ള കൊടുങ്ങല്ലൂരുള്ള മേജർ ജനറൽ ഡോക്ടർ വിവേകാനന്ദൻ സാറാണ്. അദ്ദേഹം മുഖേനയാണ് ഇവിടുത്തെ പട്ടാളക്കാരുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വേണ്ട അനുമതി പത്രങ്ങളെല്ലാം വാങ്ങിത്തത്. ഒരുപാട് വർഷങ്ങളായിട്ട് മനസ്സിൽ കൊണ്ടിടക്കുന്ന ഒരാഗ്രഹമാണ് ഐസുംകട്ടയിൽ പെയിന്റ് അടിക്കണം എന്നുള്ളത്. അതിന് ഒരുപാട് ആളുകളായിട്ട് നമ്മൾ പരിശ്രമിച്ചെങ്കിലും അവസാനം നമ്മൾ ഈ ഒരു ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഈ ഒരു ലഡാക്കിൽ ഇങ്ങനെ ഒരു ഐസുംകട്ടയിൽ നമ്മൾ ഇങ്ങനെ ഒരു വലിയൊരു മഹാദേവന്റെ ചിത്രം ചെയ്യാനായിട്ട് നമുക്ക് അവസരം തന്നത് ശരിക്കും പറഞ്ഞ കൈലാസം മെഡിറ്റേഷൻ ആശ്രമത്തിന്റെ പ്രതിനിധി കൂടിയായിട്ടുള്ള ആചാര്യ ആർ വിശ്വനാഥാണ്. കൈലാസം ഗ്ലോബൽ ട്രസ്റ്റ് പ്രതിനിധി ആചാര്യ ആർ വിശ്വനാഥൻ, ക്യാമറാമാൻ സിംബാദ്, സുരേഷിന്റെ മകൻ ഇന്ദ്രജിത് ഡാവിഞ്ചി എന്നിവരാണ് യാത്രാ സംഘത്തിൽ ഉണ്ടായിരുന്നത്. തീയിലും വെള്ളത്തിലും ചിത്രം വരച്ചിട്ടുള്ള ഡാവിഞ്ചി സുരേഷ് ഇപ്പോൾ ഐസുകട്ടയിലും ചിത്രമൊരുക്കി ശ്രദ്ധേയമാവുകയാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് റവന്യൂ മന്ത്രി കെ രാജുനെയും മുൻമന്ത്രി VS സുനിൽകുമാറിനെയും പ്രതി ചേർത്ത് കേസെടുക്കണമെന്ന് BJP നേതാവ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവമ്പാടി ദേവസ്വത്തെ പ്രതി ചേർക്കാനുള്ള നീക്കം അംഗീകരിക്കില്ല. വാദിയെ പ്രതി ചേർക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. തിരുവമ്പാടി ദേവസ്വത്തെ പ്രതി ചേർത്തുകൊണ്ട്
റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തുവിടാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം സർക്കാരിനും അന്വേഷണ സംഘത്തിനുമുണ്ട്. പൂരം കലക്കലിന് പിന്നിൽ മന്ത്രി കെ രാജനും സുനിൽകുമാറും ചേർന്ന് നടത്തിയ ഹിഡൻ അജണ്ടയാണ്. സുനിൽകുമാർ ഇപ്പോൾ എല്ലാ കുറ്റവും കളക്ടറുടെ മേൽ ചാരുകയാണ്. ഇതിനു മുൻപ് ADGPക്കെതിരെയായിരുന്നു സുനിൽകുമാറിന്റെ ആരോപണം. കമ്മീഷണറെയും ADGPയെയും ഇപ്പോൾ സർക്കാർ വെള്ളപൂശിയിരിക്കുകയാണ്. തിരുവമ്പാടി ദേവസ്വത്തിനെതിരെയുള്ള അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പിൻവലിക്കണം. അല്ലാത്തപക്ഷം BJP ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഉദ്യോഗസ്ഥരെയും ദേവസ്വത്തിലെ ചുമതലപ്പെട്ടവരെയും തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ആ ഭാഗത്തുള്ള ക്ഷേത്ര വിശ്വാസികളെയുമാണ് പോലീസ് തല്ലിയത്. തിരുവമ്പാടി ദേവസ്വവുമായി ബന്ധപ്പെട്ട പൂര കമ്മിറ്റിക്കാരെയാണ് തടഞ്ഞത്. തിരുവമ്പാടി ദേവസ്വവുമായി ബന്ധപ്പെട്ട പൂര വിഷയങ്ങളിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായത്. വാസ്തവത്തിൽ തിരുവമ്പാടി ദേവസ്വമാണ്. ആ ദേവസ്വത്തെ പ്രതിയാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിലൊരു ഹിഡൻ അജണ്ട വളരെ കൃത്യമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ VS സുനിൽകുമാർ നടത്തിയിട്ടുള്ള പത്രസമ്മേളനം അഥവാ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവന വളരെ വളരെ ഗുരുതരമാണ്. ഭാരതീയ ജനതാ പാർട്ടി വളരെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇതിൻ്റെ പിന്നിൽ പൂരം കലക്കി. വാസ്തവത്തിൽ ആരാണ് പൂരം കലക്കിയത്? BJP പറയുന്നു റവന്യൂ മന്ത്രി രാജനാണ്, VS സുനിൽകുമാറുമാണ് പൂരം കലക്കിയത്. ഇത് നേരത്തെ BJP സംസാരിച്ചതാണ്. ഞാൻ തന്നെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തതാണ്. അപ്പോൾ വാസ്തവത്തിൽ ഇപ്പോൾ സുനിൽകുമാർ പറയുന്നത് ഇതുവരെ പറയാത്ത ആളുടെ പേരാണ് കളക്ടറാണെന്നാണ്. ഇന്ന് വരെ കളക്ടറാണെന്നൊരു വാക്ക് സുനിൽകുമാർ സൂചിപ്പിച്ചിട്ടില്ല. ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് മുഴുവൻ ADGPയുടെ പേരാണ്. ഇപ്പോൾ ADGP ഇല്ല, ഇപ്പം കളക്ടറാണ് എന്ന് സുനിൽകുമാർ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ കളക്ടറെ നിയന്ത്രിക്കുന്നത് രാജനാണ്. അതുകൊണ്ട് തന്നെ റവന്യൂ മന്ത്രി രാജനാണ് ഈ കേസിലെ പ്രതി. VS സുനിൽകുമാറും രാജനും ചേർന്ന് നടത്തിയ അട്ടിമറിയാണ് തൃശൂർ പൂരം കലക്കാൻ കാരണം. ചാവക്കാട് അകലാട് മൂന്നേനിയിൽ വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന 7 വയസ്സുകാരന് തെരുവുനായയുടെ കടിയേറ്റു. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. രക്ഷിക്കാനെത്തിയ അമ്മ റഹിയാനത്തിനും കടിയേറ്റു. ഇരുവരെയും തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരിടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. ഒല്ലൂർ ക്രിസ്റ്റഫർ നഗർ ജംഗ്ഷനിൽ മിനി ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണിലും ലോട്ടറി കടയിലും ഇടിച്ചു. യാത്രക്കാർക്ക് നിസ്സാര പരിക്കേറ്റു. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണം. കോഴിക്കോട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വരന്തരപ്പള്ളി വില്ലേജ് ഓഫീസിന് സമീപം കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിച്ചു. ആമ്പലൂർ ഭാഗത്തു നിന്നും വന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാർ യാത്രക്കാർക്ക് നിസ്സാര പരിക്കേറ്റു. ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞ് കമ്പികൾ റോഡിലേക്ക് പതിച്ചു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് KCB അധികൃതർ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് അപകടാവസ്ഥ ഒഴിവാക്കി. ദേശീയപാത പട്ടിക്കാട് ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. പാലക്കാട് ചിറ്റിലഞ്ചേരി സ്വദേശി തോണി വീട്ടിൽ സുഗതന്റെ മകൻ 30 വയസ്സുള്ള സലീജാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അപകടം. എറണാകുളത്ത് നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോഴായിരുന്നു അപകടം. തൃപ്രയാർ ബസ് സ്റ്റാൻഡ് വാടകയ്ക്ക് നൽകാനുള്ള പഞ്ചായത്ത് ഭരണസമിതി തീരുമാനത്തിനെതിരെ CPM. പുതിയ തീരുമാനം ബസ് യാത്രക്കാരെയും ജീവനക്കാരെയും പ്രതികൂലമായി ബാധിക്കുമെന്നും ആരോപണം. തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പുനർനിർമ്മാണത്തിനായി പൊളിച്ചിട്ട് മാസങ്ങളായെങ്കിലും ഇതുവരെയും നിർമ്മാണം തുടങ്ങിയിട്ടില്ല. ഇതിനിടയിലാണ് ബസ് സ്റ്റാൻഡ് വാടകയ്ക്ക് കൊടുക്കാൻ പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം. നിരവധി ബസ്സുകൾ നിർത്തിയിടുന്ന സ്റ്റാൻഡിൽ പൊതുപരിപാടികൾക്കായി മാറ്റേണ്ടി വരുന്ന ബസ്സുകൾ നിർത്തിയിടാൻ അനുയോജ്യമായ മറ്റൊരു സ്ഥലം കണ്ടെത്താതെയുള്ള തീരുമാനം യാത്രക്കാർക്കും ബസ് തൊഴിലാളികൾക്കും ഗുരുതര പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന്
CPM നാട്ടിക ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KB ഹംസ പറഞ്ഞു. 8,80,00,000 രൂപയ്ക്ക് അതിൻ്റെ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിന് പദ്ധതി അനുവദിച്ചിട്ടുള്ളതാണ്. നേരത്തെ 8 കോടി രൂപ അനുവദിക്കുകയും തുടർന്ന് എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്ത് 80,00,000 രൂപ അഡീഷണലായിട്ട് വേണ്ടി വന്നപ്പോൾ അതിനുവേണ്ടി AS-നും TS-നും സർക്കാരിലേക്ക് സമർപ്പിച്ച ഈ 80,00,000 രൂപയുടെ അനുമതി കിട്ടാനുള്ള താമസമാണ് ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ആരംഭിക്കാത്തത്. ബസ് സ്റ്റാൻഡ് ദിവസ വാടകയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിലവിൽ 40ഓളം ബസ്സുകൾ ഡെയിലി മിക്ക സമയത്തും പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ബസ് സ്റ്റാൻഡിലെ ആ ബസ്സുകളെ എവിടേക്ക് മാറ്റും എന്നുള്ളതിനൊരു കൃത്യതയില്ലാതെ ആ ബസ് സ്റ്റാൻഡ് വാടകയ്ക്ക് കൊടുക്കാൻ പഞ്ചായത്ത് എടുത്തിട്ടുള്ള തീരുമാനം ഒരിക്കലും ഒരു ശരിയായ നടപടിയല്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് MLA മുഖേന പണം അനുവദിച്ചെങ്കിലും നിർമ്മാണ കമ്പനി കൂടുതൽ പണം ആവശ്യപ്പെട്ടത് നൽകാൻ ആവാത്തതിനാൽ നിർമ്മാണം തുടങ്ങാനായിട്ടില്ല. മുൻ ഭരണസമിതി ഇവിടെ ഉണ്ടായിരുന്ന കെട്ടിടവും യാർഡുകളും പൊളിച്ച് നിർമ്മാണത്തിനായി സ്ഥലം തയ്യാറാക്കിയിരുന്നു. നിർമ്മാണം ആരംഭിക്കുവാൻ MLA വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് നിരന്തര ശ്രമങ്ങൾ നടത്തിവരുന്നതിനിടയിലാണ് പഞ്ചായത്ത് ഭരണസമിതി പുതിയ തീരുമാനം എടുത്തിട്ടുള്ളത്. 2 ബജറ്റിലായി 8 കോടി രൂപ ബസ് സ്റ്റാൻഡ് നവീകരിക്കുന്നതിന് സർക്കാർ നേരത്തെ നീക്കിവച്ചിരുന്നു. 3.5 വർഷം മുൻപ് നിർമ്മാണം തുടങ്ങുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. 1.5 വർഷം കൊണ്ട് പൂർത്തീകരിക്കുമെന്ന വാഗ്ദാനവും നൽകിയിരുന്നു. ദേശീയപാത 66 പ്രധാന കേന്ദ്രങ്ങളിലൊന്നായ തൃപ്രയാറിൽ ആയിരക്കണക്കിന് പേരാണ് ദിവസേന ഈ സ്റ്റാൻഡിലെത്തുന്നത്. ശൗചാലയമോ മറ്റടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ല എന്നതും യാത്രക്കാരെയും ബസ് ജീവനക്കാരെയും വലയ്ക്കുന്നുണ്ട്. TCV ന്യൂസ്, തൃപ്രയാർ. ക്രൈസ്തവ വിശ്വാസികളുടെ വലിയ നോമ്പാചരണത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. നോമ്പിന് തുടക്കം കുറിച്ച് നാളെ വിഭൂതി തിരുനാൾ ആചരിക്കും. യേശുവിന്റെ പീഡാനുഭവത്തെയും കുരിശുമരണത്തെയും ഉയിർപ്പിനെയും ഓർമ്മപ്പെടുത്തുന്ന ഈസ്റ്ററിന് ഒരുക്കമായാണ് ക്രൈസ്തവ വിശ്വാസികൾ 50 നോമ്പ് ആചരിക്കുന്നത്. ഇനിയുള്ള 50 ദിനരാത്രങ്ങൾ ക്രൈസ്തവ വിശ്വാസികൾക്ക് ആത്മപരിവർത്തനത്തിനായുള്ള പുണ്യദിനങ്ങളാണ്. മത്സ്യമാംസാദികളടക്കമുള്ള ഇഷ്ടഭക്ഷണങ്ങൾ ഉപേക്ഷിച്ചും ഉപവസിച്ചും ആഘോഷങ്ങൾ ഒഴിവാക്കിയുമാണ് നോമ്പ് ആചരിക്കുന്നത്. വിഭൂതി ദിനമായ തിങ്കളാഴ്ച ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും എളിമപ്പെടലിന്റെ ഓർമ്മയ്ക്കായി ദിവ്യബലി മധ്യേ വൈദികർ വിശ്വാസികളുടെ നെറ്റിയിൽ കരിക്കുരിശു വരയ്ക്കും. ലത്തീൻ സഭയിൽ ബുധനാഴ്ചയാണ് വിഭൂതി തിരുനാളിന് തുടക്കം കുറിക്കുന്നത്. വലിയ നോമ്പാചരണത്തോടെ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കുള്ള വിശ്വാസികളുടെ തീർത്ഥയാത്രകളും പദയാത്രകളും ആരംഭിക്കും. മലയാറ്റൂർ, കനകമല, പാലയൂർ തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും പുണ്യസ്ഥലങ്ങളിലേക്കുമുള്ള തീർത്ഥാടന യാത്രയ്ക്ക് തുടക്കമാകും. ഇനിയുള്ള ദിവസങ്ങൾ ക്രൈസ്തവ വിശ്വാസികൾക്ക് പ്രാർത്ഥനയുടെ പുണ്യദിനങ്ങളാണ്. കവിത എല്ലാ കാലത്തും പ്രതിരോധിക്കുന്നത് ഹിംസയാണെന്ന് കവിയും കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റുമായ K. സച്ചിദാനന്ദൻ പറഞ്ഞു. കാവ്യശിഖയുടെ വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനവും കാവ്യശിഖ പുരസ്കാര വിതരണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹിംസയുടെ രൂപങ്ങളും ഹിംസ ചെയ്യുന്ന ആളുകളും മാറിവരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഹിംസ എന്നും മനുഷ്യവംശത്തിൽ നിലനിൽക്കുന്നു. ഇര തേടുന്ന ഹിംസയെ മനുഷ്യവംശത്തിലായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ മറ്റു തരത്തിലുള്ള ഹിംസകളിലേക്ക് മനുഷ്യവംശം നീങ്ങുമ്പോൾ അരുത് എന്ന് പറയേണ്ട കടമ ഏത് കവികൾക്കും ആത്യന്തികമായുണ്ട്. അരുത് എന്ന് വീണ്ടും വീണ്ടും പറയേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യ ഇന്ന് കടന്നു പോകുന്നതെന്നും കവിതയില്ലാത്ത ഒരു കലയുമില്ലെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു. കവി KV രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ മുഖ്യാതിഥിയായിരുന്നു. കാവ്യശിഖ ചെയർമാൻ ഡോക്ടർ C. രാവുണ്ണി, സ്വാഗത സംഘം ചെയർപേഴ്സൺ ജയറാം വാഴൂർ, കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, സ്വാഗത സംഘം ജനറൽ കൺവീനർ റീബ പോൾ തുടങ്ങിയവർ സംസാരിച്ചു. രംന വികാസ് കാരായി, സുഭാഷ് പോണോളി, മുനീറ റാംയാസ് എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ആധാർ കാർഡിന്റെ പുതിയ ലോഗോ ഡിസൈൻ ചെയ്ത അരുൺ ഗോകുലിനെയും ചടങ്ങിൽ ആദരിച്ചു. കേരള പോലീസ് അസോസിയേഷൻ തൃശൂർ റൂറൽ 39ാം ജില്ലാ സമ്മേളനം ഇരിങ്ങാലക്കുടയിൽ നടന്നു. മന്ത്രി ഡോക്ടർ R. ബിന്ദു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KPA തൃശൂർ റൂറൽ ജില്ലാ പ്രസിഡന്റ് CK പ്രതീഷ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ, അഡീഷണൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് BA. കൃഷ്ണദാസ്, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP NS. സലീഷ്, KPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് PN. ഇന്ദു തുടങ്ങിയവർ സംസാരിച്ചു. മാള കുഴൂർ പഞ്ചായത്തിലെ തെക്കൻ താണുശ്ശേരി കള്ളിയാട് റോഡിന്റെ പുനർനിർമ്മാണം വീണ്ടും നിലച്ചതിൽ പ്രതിഷേധം ശക്തമായി. ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും കരാറുകാരന്റെയും നിലപാടിൽ പ്രതിഷേധിച്ച് ജില്ലാ പഞ്ചായത്തിനും കളക്ടറേറ്റിനും മുൻപിൽ സമരം സംഘടിപ്പിക്കാൻ ജനകീയ കൂട്ടായ്മ തീരുമാനിച്ചു.
യോഗത്തിൽ MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. പുനർനിർമ്മാണത്തിനായി റോഡ് വെട്ടിപ്പൊളിച്ച് 5 വർഷമായി പൊടി തിന്നും ശ്വസിച്ചും രോഗികളായി മാറിയവരുടെ ദുരിതം ജനപ്രതിനിധികൾ മനസ്സിലാക്കുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. എന്റെ അനുഭവം ഞാൻ പറഞ്ഞു. എന്റെ മകനെ 2 ആഴ്ചയായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതാണ്. ഇന്ന് കാറ്റിസം പരീക്ഷയ്ക്ക് മാത്രമേ അവിടെ കൊണ്ടുവന്നിട്ടുള്ളൂ. എന്റെ തൊണ്ട ചുമച്ചു തുടങ്ങിയിട്ട് രാത്രി ഉറങ്ങിയിട്ട് കുറെ ദിവസമായി. രാത്രി ഉറങ്ങാൻ പറ്റണില്ല. കടയുമായി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ നൊമ്പരമാണ് ഈ പറഞ്ഞത്. അനുഭവം കൊണ്ടാണ് നമ്മളൊക്കെ ഇതിന് വന്നിരിക്കുന്നത്. അനുഭവത്തിന് മാത്രമേ വരുള്ളൂ. കൂടുതൽ ഞങ്ങളുടെ വീട്ടിൽ ഇരിക്കാൻ നിർത്തിയില്ല. കഴിഞ്ഞെല്ലാം വലിയ കുറെ കാശുണ്ടാക്കി വീട് പൂച്ചതാണ്. ഇപ്പൊ ചെളി പിടിച്ച് ഒന്നിനും നിർത്തിയില്ല. കൊച്ചിനും മരുമകൾക്കൊക്കെ ചുമയും തുമ്മലും എന്നും ചുമയും തുമ്മലാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. ഉണ്ടായില്ലെങ്കിൽ ഞങ്ങളുടെ പഠിക്കുന്നവർ വരെയും വിടില്ല. ഞാൻ എടുക്കും, പഠിക്കാൻ എടുക്കും വണ്ടിയുടെ മുന്നിൽ. നല്ല ഉറപ്പായിരിക്കും. പണം കിട്ടാത്തതാണ് ടാറിടൽ നിർത്തിവെക്കാൻ കാരണമെന്ന് കരാറുകാരൻ വ്യക്തമാക്കിയിട്ടും ഇത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും കൃത്യമായ മറുപടി നൽകുന്നില്ല. പുനർനിർമ്മാണം പൂർത്തിയാക്കാൻ രേഖകൾ പ്രകാരം ഇപ്പോഴത്തെ കരാറുകാരൻ അനുവദിച്ചിട്ടുള്ള സമയപരിധി ഈ മാസം 28 വരെയാണ്. ഐരാണിക്കുളം വരെ നടത്തിയ ടാറിടൽ ഇപ്പോൾ തന്നെ നാട്ടുകാർ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. കരാർ കാലാവധിക്ക് പുനർനിർമ്മാണം പൂർത്തിയാക്കിയില്ലെങ്കിൽ നാട്ടുകാർക്കൊപ്പം സമരത്തിന് മുന്നിൽ നിൽക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കൊടിയൻ വ്യക്തമാക്കി. 3.83 കിലോമീറ്റർ റോഡിന്റെ ശേഷിക്കുന്ന പുനർനിർമ്മാണത്തിനായി 170.23 ലക്ഷം രൂപയ്ക്കാണ് VV ജോൺസൺ എന്നയാൾ കരാർ എടുത്തിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള റോഡിന്റെ പുനർനിർമ്മാണത്തിന് കേന്ദ്ര വികസന മന്ത്രാലയം ഫണ്ട് അനുവദിച്ച് സംസ്ഥാന ഗ്രാമീണ വികസന ഏജൻസിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇന്ന് വരെ ജില്ലാ പഞ്ചായത്ത് ഫണ്ടുകൊണ്ട് ഈ റോഡിന് ഒന്നും മുന്നുണ്ട്. 15 വണ്ടികളും ഈ റോഡിലായിരുന്നു. പാത്രയ്ക്ക് 11 വരെ വളർന്ന അവസ്ഥയാണ്. ഇതുവരെ അത് ഒക്കെ നിർത്തിപ്പോയി. ആകെ ഒരു ദിവസമുള്ളത് 6 മാസക്കാലത്തോളം ഈ റോഡ് അടച്ചിടുകയായിരുന്നു. ആർക്കും ചോദിക്കാനും പറയണ്ടായിരുന്നില്ല. ഒരു MLA എന്നൊരു വ്യക്തിയിലൂടെ 10 കൊല്ലത്തോളം റോഡ് നടത്തിച്ചു. ഇന്ന് വരെ ഇതിന് എന്തെങ്കിലും പരിഹാരത്തിനുവേണ്ടി ആളെ കണ്ടാണ് പോയി കണ്ടയാൾ ഒക്കെ ചെയ്യാമെന്ന് പറയുന്നത്. അല്ലാതെ ഇന്ന് വരെ അതിന് വേണ്ടിയില്ല. നമ്മൾ പറയണോണ്ട് അപ്പൊ പറയും ഞങ്ങൾ അങ്ങോട്ട് ചെയ്യാം. ഇന്ന് വരെ എന്തെങ്കിലും ചെയ്യാം. എത്ര കൊല്ലത്തിന് പിന്നോട്ട് പോയി റോഡ് ഇവിടുത്തെ ജനങ്ങാത്ര കൊല്ലത്തേക്ക് പിന്നോട്ട് പോയി ഒരു ആംബുലൻസ് പോലും ഓടാൻ പറ്റുന്ന അവസ്ഥയ്ക്ക് വരികയും. ഇതാണ് നമ്മുടെ വികസനം. ഇതാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും. താണിശ്ശേരി കള്ളിയാട് റോഡ് പ്രധാനമന്ത്രി ഗ്രാമസഡക് യോജന പദ്ധതിയിൽ 2022 ഏപ്രിൽ 13-നാണ് പുനർനിർമ്മാണം തുടങ്ങിയത്. 207.64 ലക്ഷം രൂപയാണ് നിർമ്മാണത്തിന്റെ ആദ്യ കരാർ. കൂടാതെ 18.69 ലക്ഷം രൂപ 5 വർഷത്തേക്കുള്ള അറ്റകുറ്റപ്പണികൾക്കുമുണ്ട്. എന്നാൽ ആദ്യ കരാറുകാരൻ പണി ഉപേക്ഷിച്ചു പോയതിനെ തുടർന്നാണ് ശേഷിക്കുന്നത് പൂർത്തിയാക്കാൻ മറ്റൊരു കരാറുകാരന് നൽകിയത്. ജനപ്രതിനിധികളും നേതാക്കളും ഉദ്യോഗസ്ഥരും നൽകിയ ഉറപ്പുകൾ പാലിക്കാതെ വന്നപ്പോൾ വർഷങ്ങളായി പൊടി തിന്ന് ജീവിക്കേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ. TCV ന്യൂസ്, മാള. വേലൂർ പാത്രമംഗലത്ത് UDFന്റെ പ്രചരണ ബോർഡുകളും കുടിവെള്ള വിതരണ പൈപ്പും സാമൂഹിക വിരുദ്ധർ തീവച്ചു നശിപ്പിച്ചു. വേലൂർ പഞ്ചായത്തിലെ 1-ാം വാർഡിൽ നിന്ന് UDF മെമ്പറായി വിജയിച്ച KK അബൂബക്കർ, 19-ാം വാർഡ് സ്ഥാനാർത്ഥിയായിരുന്ന VS മോഹൻദാസ് എന്നിവരുടെ പ്രചരണ ബോർഡുകളാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കത്തിച്ചത്. UDF ഓഫീസിന് മുന്നിലും സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിന് മുകളിലും സ്ഥാപിച്ചിരുന്ന ബോർഡുകൾ അഴിച്ചെടുത്ത് റോഡരികിലെ കാനയിലിട്ട് കത്തിച്ച് സമീപത്തെ പറമ്പിലേക്ക് ഇട്ടിരിക്കുകയാണ്. പാത്രമംഗലം കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകളും കത്തിച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്ന് കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു. വാർഡ് മെമ്പർ KK അബൂബക്കർ എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി. പ്രദേശത്ത് സമാധാനാന്തരീക്ഷം തകർക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്തരം പ്രവൃത്തികളെന്നും സാമൂഹിക വിരുദ്ധരെ കണ്ടെത്തി പോലീസ് കർശന നടപടി സ്വീകരിക്കണമെന്നും വാർഡ് മെമ്പറും നാട്ടുകാരും ആവശ്യപ്പെട്ടു. നമ്മുടെ വേലൂർ പഞ്ചായത്തിന്റെ 1-ാം വാർഡില് പാത്രമംഗലം എന്ന് പറഞ്ഞ ദേശത്ത് വളരെ സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ പോകുന്ന ഒരു സ്ഥലമാണ്. ഇന്നലെ വൈകിട്ട് 10 മണിക്ക് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസിന്റെ മുന്നിൽ നമ്മുടെ കുറച്ച് ഫ്ലെക്സ് ബോർഡുകളും മറ്റു ഫ്രെയിമുകളൊക്കെ ഉണ്ടായിരുന്നു. അത് ഏതോ സാമൂഹ്യ വിരുദ്ധരെടുത്തിട്ട് ആ തൊട്ടടുത്തുള്ള കാനയിലിട്ട് കത്തിച്ച് 1-ാം വാർഡിലെ കുടിവെള്ള പദ്ധതിയുടെ മെയിൻ പൈപ്പ് പോകുന്ന ആ ലൈൻ പൂർണ്ണമായും കത്തി നശിച്ച രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. പാവർട്ടി വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയും ജനകീയ ചലച്ചിത്രവേദിയും സംയുക്തമായി സംഘടിപ്പിച്ച 11-ാമത് ദേവസൂര്യ ഗ്രാമീണ ചലച്ചിത്രോത്സവം ജോൺ എബ്രഹാം ഷോർട്ട് ഫിലിം ഡോക്യുമെന്ററി പുരസ്കാര വിതരണത്തോടെ സമാപിച്ചു.
സമാപന സമ്മേളനം ചലച്ചിത്ര നടൻ ശിവജി ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്തു. ഫെസ്റ്റിവൽ ഡയറക്ടർ റാഫി നീലങ്കാവിൽ അധ്യക്ഷത വഹിച്ചു. മികച്ച ഡോക്യുമെന്ററി രാജ്ബാബു സംവിധാനം ചെയ്ത ദി ഗോഡ് ഓഫ് സൈലൻസും മികച്ച ഹ്രസ്വചിത്രം ജെറി ജോൺസൺ സംവിധാനം ചെയ്ത കുറുക്കുവഴിയും സ്പെഷ്യൽ ജൂറി അവാർഡ് അരുൺ ജോർജ് കെ ഡേവിഡ് സംവിധാനം ചെയ്ത നൈറ്റ് ഓഫ് ദം എന്നിവയ്ക്കും ലഭിച്ചു. യോഗത്തിൽ ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് ലെനിൻ തെക്കൂട്ടയിൽ മുഖ്യാതിഥിയായി. ദേവസൂര്യ പ്രസിഡന്റ് റജി വിളക്കാട്ടുപാടം, കലാസംവിധായകൻ ജെയ്സൺ ഗുരുവായൂർ, എഴുത്തുകാരനായ പ്രശാന്ത് മാധവൻ, സലാം വെൺമനാട്, മാത്യൂസ് പാവറട്ടി, സന്തോഷ് ദേശമംഗലം, ശ്രീദേവി ഡേവിസ്, സുബ്രഹ്മണ്യൻ ഇരിപ്പശ്ശേരി, കെ എസ് രാമൻ, കെ സി അഭിലാഷ് എന്നിവർ സംസാരിച്ചു. പൊലിമ പുതുക്കാട് പദ്ധതിയുടെ ഭാഗമായി മറ്റത്തൂർ പഞ്ചായത്തിലെ ചെട്ടിച്ചാൽ ചാച്ചാജി ബാലസഭയുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്ത പച്ചക്കറി വിളവെടുത്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ചെയർപേഴ്സൺ സുനിത ബാലൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബിജു, വാർഡ് മെമ്പർ PR ഷാജൻ, കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സുരേന്ദ്രൻ, മുൻ പഞ്ചായത്ത് അംഗം PS പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. പാടൂർ അലിമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികവും യാത്രയപ്പ് സമ്മേളനവും നടന്നു. മുരളി പെരുന്നെല്ലി MLA വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സുൽഫിക്കർ അലി യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ് അവാർഡ് ജേതാക്കൾക്ക് ഉപഹാരങ്ങൾ നൽകി. തിരക്കഥാകൃത്ത് സന്തോഷ് ഏച്ചിക്കാനം, പ്രിൻസിപ്പാൾ OH ഹബി, ലഫ്റ്റനന്റ് ദിവ്യ C ചിന്നൻ, MK ഹബീബ്, PTA പ്രസിഡന്റ് RH ഹാരിസ് തുടങ്ങിയവർ സംസാരിച്ചു. മതിലകം എമ്മാട് കരുണഗ്രാമം TR അയ്യപ്പൻ മാസ്റ്റർ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് സദസ്സ് സംഘടിപ്പിച്ചു. എഴുത്തുകാരനും താലൂക്ക് ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റുമായ UK സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് TS രാജു അധ്യക്ഷത വഹിച്ചു. വായനശാല സെക്രട്ടറി സുനിൽ P മതിലകം, KP ശ്രീലക്ഷ്മി എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികളായ KS ജയ, PA ആൽഫ, PK റഫീഖ്, MA ബിനീഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. രണ്ട് വൃക്കകളും തകരാറിലായ യുവാവ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി സുമനസ്സുകളുടെ സഹായം തേടുന്നു. അന്തിക്കാട് 7ാം വാർഡ് സ്വദേശി കാഞ്ഞിരത്തിങ്കൽ വീട്ടിൽ ദേവനാണ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നത്. ദേവന്റെ ഭാര്യ നിമിഷ വൃക്ക നൽകാൻ തയ്യാറാണെങ്കിലും ശസ്ത്രക്രിയയ്ക്കും മറ്റു ചിലവുകൾക്കും തുക കണ്ടെത്താനാകാതെ വിഷമിക്കുകയാണ് കുടുംബം. ദേവന്റെ ചികിത്സാർത്ഥം വാർഡ് മെമ്പർ സിമി ജോജു ചെയർമാനായും ഷജിൽ അന്തിക്കാട് കൺവീനറുമായുള്ള 6 അംഗ ചികിത്സാ സഹായ ജനകീയ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. സുമനസ്സുകൾക്ക് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മഞ്ഞപ്പിത്തം ശാഖയിലെ 85 88 101 10 00 7159 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV ന്യൂസ്, തൃശൂർ. മുസ്ലിം ലീഗ് തളിക്കുളം പഞ്ചായത്ത് കമ്മിറ്റി ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ റംസാൻ റിലീഫ് പ്രവർത്തന ഉദ്ഘാടനവും EP ഖമറുദ്ദീൻ അനുസ്മരണവും സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് ഉദ്ഘാടനം ചെയ്തു. ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ ചെയർമാൻ KA ഹാറൂൺ റഷീദ് അധ്യക്ഷത വഹിച്ചു. ASM അസ്ഗർ അലി, PA സീതി, കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ബാലസുന്ദരൻ, KA ഷൌക്കത്ത് അലി എന്നിവർ സംസാരിച്ചു. കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി സെമിനാറും പ്രൊഫസർ മാധവ് ഘാഡ്ഗിൽ അനുസ്മരണവും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം EA ഓമന ഉദ്ഘാടനം ചെയ്തു. KK ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് അംഗം അക്ഷയ് സന്തോഷ്, ഡോക്ടർ MP രാജൻ, ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റ് സെക്രട്ടറി KV ഷാജു, TR ഔസേപ്പുകുട്ടി, T ബാലകൃഷ്ണ മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടി സെന്റ് വിൻസെന്റ് ഡീപോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സീനിയേഴ്സ് സംഗമം നടത്തി. 65 വയസ്സിന് മുകളിൽ പ്രായമായവരാണ് സംഗമത്തിൽ പങ്കെടുത്തത്. തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി സീനിയേഴ്സ് സംഗമം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അതിരൂപത കുടുംബ കൂട്ടായ്മ ഡയറക്ടർ ഫാദർ ട്വിങ്കിൾ വാഴപ്പള്ളി സെമിനാറിന് നേതൃത്വം നൽകി. അസിസ്റ്റന്റ് വികാരി അമൽ ചാഴൂർ, നടത്തുകൈക്കാരൻ ജെയ്സൺ വടക്കൂട്ട്,
പ്രസിഡന്റ് OJ ജസ്റ്റിൻ, സെക്രട്ടറി ബെന്യാബ് ഡെല്ലി, NP സെബി, MA തോമസ്, CJ സേവ്യർ തുടങ്ങിയവർ സംസാരിച്ചു. തിരുനെല്ലൂർ റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന 11ാമത് ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. പാവറട്ടി സോക്കർ ലാൻഡ് ഗ്രൗണ്ടിൽ നടക്കുന്ന മത്സരങ്ങൾ മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV ഷിജു, പഞ്ചായത്ത് അംഗങ്ങളായ PK പ്രസാദ്, സുധീർ വെള്ളാട്ട്, സെയ്തു മുഹമ്മദ്, ശ്രീദേവി ഡേവിസ്, CPM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. 2 ദിവസമായി നടക്കുന്ന മത്സരത്തിൽ 16 ടീമുകളാണ് പങ്കെടുക്കുന്നത്. ഷാനി തുടങ്ങിയവരുടെ സ്മരണയുടെ ഭാഗമായി PK സിവിൽ സർവീസ് അക്കാദമിയിൽ നിന്ന് 1 വർഷത്തെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് സ്കൂളിൽ നടന്ന ചടങ്ങ് PKS സംസ്ഥാന സെക്രട്ടറി V പൊന്നുകുട്ടൻ ഉദ്ഘാടനം ചെയ്തു. PKS ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ MK സുദർശനൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA KV അബ്ദുൽ ഖാദർ, TK വാസു, KV രാജേഷ്, NV സന്തോഷ്, സുജാത സദാനന്ദൻ, നാരായണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. 2ാം വർഷത്തേക്കുള്ള രജിസ്ട്രേഷൻ മാർച്ച് മാസത്തിൽ ആരംഭിച്ച് ഏപ്രിൽ മാസത്തിൽ 8 മുതൽ +2 ഡിഗ്രി വരെയുള്ള കുട്ടികൾക്കുള്ള കോഴ്സുകൾ ആരംഭിക്കും. കേരള കരാട്ടെ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന 46ാമത് സംസ്ഥാന സബ് ജൂനിയർ സീനിയർ ചാമ്പ്യൻഷിപ്പിന് തൃശൂരിൽ തുടക്കമായി. തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിച്ച മത്സരത്തിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ 36 ജനങ്ങളിലും സീനിയർ വിഭാഗത്തിൽ 17 ഇനങ്ങളിലുമായി ആണ് മത്സരങ്ങൾ നടക്കുന്നത്. 1000-ലധികം മത്സരാർത്ഥികളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ചാമ്പ്യൻഷിപ്പ് തിങ്കളാഴ്ച സമാപിക്കും. മാരകമായ കരൾ രോഗത്താൽ കഴിയുന്ന കലാകാരനെ രക്ഷിക്കാൻ ഒരു ഗ്രാമം മുഴുവൻ ഒരേ മനസ്സോടെ ഒന്നിക്കുന്നു. ഗുരുവായൂർ തിരുവെങ്കടം ബ്രദേഴ്സ് ക്ലബ്ബാംഗം ഉണ്ണിമോൻ എന്ന KK ഉണ്ണികൃഷ്ണനു വേണ്ടി പ്രദേശത്തെ ജനപ്രതിനിധികളും ക്ലബ്ബ് പ്രവർത്തകരുമാണ് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. 3 കുട്ടികൾ ഉൾപ്പെടുന്ന നിർധന കുടുംബത്തിന്റെ ആശ്രയമാണ് ഉണ്ണികൃഷ്ണൻ. ഭാര്യ രശ്മി കരൾ പകുത്തു നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. തുടർ ചികിത്സയ്ക്ക് 35 ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്ന് ചികിത്സാ സഹായ സമിതി അറിയിച്ചു. രവികുമാർ കാഞ്ഞുള്ളി ചെയർമാനും കൗൺസിലർ ആതുര രതീഷ് കൺവീനറും VK സുജിത് കോർഡിനേറ്ററുമായുള്ള ചികിത്സാ സഹായ സമിതി ബാങ്കിൽ അക്കൗണ്ട് തുറന്നു. സഹായിക്കാൻ താൽപര്യമുള്ള സുമനസുകൾക്ക് താഴെ പറയുന്ന ബാങ്ക് വിലാസത്തിൽ പണം അയക്കാവുന്നതാണെന്ന് ബ്രദേഴ്സ് ക്ലബ് ഭാരവാഹികൾ അറിയിച്ചു. കാനറ ബാങ്ക് ഗുരുവായൂർ ശാഖ, അക്കൗണ്ട് നമ്പർ 11-93-29-36-66 TCV ന്യൂസ് ഗുരുവായൂർ. കോടമുക്ക് AMLP സ്കൂളിന്റെ വാർഷികം ആഘോഷിച്ചു. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ് അധ്യക്ഷത വഹിച്ചു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപകന് യാത്രയപ്പ് നൽകി. വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ TU ജെയ്സന്റെ ഫോട്ടോ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമന്റ് ഫ്രാൻസിസ് അനാച്ഛാദനം ചെയ്തു. മുല്ലശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീബ ചാക്കോ സമ്മാനദാനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലിജി റോയ് ഉപഹാര സമർപ്പണം നിർവഹിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് പാവറട്ടിയിൽ നൽകുന്ന സ്വീകരണത്തിന്റെ പ്രചരണാർത്ഥം പാവറട്ടിയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ മുൻ MP TN പ്രതാപന്റെ നേതൃത്വത്തിൽ UDF നേതാക്കൾ സന്ദർശനം നടത്തി. പാവറട്ടിയിൽ നൽകുന്ന മണലൂർ നിയോജക മണ്ഡലം തല സ്വീകരണത്തിന് ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണെന്നും പുതുയുഗ യാത്രയെ സ്വീകരിക്കാൻ മുഴുവൻ ജനങ്ങളും ആവേശത്തിലാണെന്നും TN പ്രതാപൻ പറഞ്ഞു. KPCC സെക്രട്ടറി CC ശ്രീകുമാർ, DCC സെക്രട്ടറിമാരായ സിജു പാവറട്ടി, KK ബാബു, UDF നേതാക്കളായ CJ സ്റ്റാൻലി, ജെറോം ബാബു, ആന്റോ ലിജോ, സലാം വെന്മനാട്, ക്ലമന്റ് ഫ്രാൻസിസ്, MK അനിൽകുമാർ, കമാലുദ്ദീൻ തോപ്പിൽ, NJ ലിയോ തുടങ്ങിയവർ പര്യടനത്തിന് നേതൃത്വം നൽകി. കേരള NGO യൂണിയൻ കുന്നംകുളം ഏരിയയുടെ 5ാം വാർഷിക സമ്മേളനം യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം G ഉല്ലാസ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് MS സുരേഷ് കുമാർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു.
NGO യൂണിയൻ തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജയ്മോൾ, ഏരിയ സെക്രട്ടറി KR പ്രേംരാജ് എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പുൽവാമ രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി അയ്യന്തോൾ അമർ ജവാൻ സ്മാരകത്തിൽ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു. 40 ദീപങ്ങൾ തെളിയിക്കുകയും പുഷ്പചക്രം സമർപ്പിക്കുകയും ചെയ്തു. അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് ആൻഡ് സൈന്യ മാതൃശക്തി സംയുക്തമായി നടത്തിയ പരിപാടിയിൽ തൃശൂർ ജില്ലാ പ്രസിഡന്റ് വിജയകുമാരൻ P അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി KC സുമേഷ്, ബിജിത സുമേഷ്, ജില്ലാ ട്രഷറർ KV രാജേഷ് എന്നിവർ സംസാരിച്ചു. മച്ചാട് ദേശം മാമാങ്ക ഉത്സവത്തിന്റെ ലഹരിയിലായി. ചൊവ്വാഴ്ച നടക്കുന്ന മാമാങ്കത്തിന് മുന്നോടിയായുള്ള സാമ്പിൾ വെടിക്കെട്ട് ഇന്ന് രാത്രി നടക്കും. മണലിത്തറ, കരുമത്ര, വിരുപ്പാക്ക ദേശങ്ങളുടെ സാമ്പിൾ വെടിക്കെട്ട് അതത് ദേശങ്ങളിൽ നടക്കും. വിരുപ്പാക്ക ദേശത്തിന്റെ വെടിക്കെട്ട് വൈകിട്ട് 7:30 വിരുപ്പാക്ക വടക്കേപ്പാടത്തും, മണലിത്തറ ദേശത്തിന്റെ വെടിക്കെട്ട് 8:30 മണലിത്തറ കേറ്റിപ്പാടത്തും, കരുമത്ര ദേശത്തിന്റെ വെടിക്കെട്ട് 9:30 കരുമത്ര താമരക്കുളത്തിന് പിൻവശത്തുമാണ് നടക്കുക. മണലിത്തറ വിഭാഗത്തിന് എറണാകുളം തോമസും, കരുമത്ര വിഭാഗത്തിനും വിരുപ്പാക്ക വിഭാഗത്തിനും വേണ്ടി ദേശമംഗലം സുരേന്ദ്രനുമാണ് വെടിക്കെട്ട് ഒരുക്കുന്നത്. ഈ വർഷത്തെ മാമാങ്കത്തിന് നേതൃത്വം നൽകുന്ന തെക്കുംകര വിഭാഗം ക്ഷേത്രത്തിലും മണലിത്തറ, കരുമത്ര വിഭാഗങ്ങൾ അവരുടെ ദേശങ്ങളിലും ബഹുനില പന്തലുകൾ ഉയർത്തി. പള്ളിപ്പുറം ഗ്രാമീണ വായനശാലയിൽ ജില്ലാതല ചിത്രരചനാ മത്സരവും കലാസാഹിത്യ മത്സരങ്ങളും സംഘടിപ്പിച്ചു. പാറളം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വനജ രാജൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വാർഡംഗം KS നിഖിൽ, വായനശാല സെക്രട്ടറി ജയാനന്ദൻ കുന്നത്ത്, വൈസ് പ്രസിഡന്റ് VP ധനലക്ഷ്മി എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ KSSPU കുന്നംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബ്ലോക്ക് അംഗങ്ങൾക്കായി സംഘടിപ്പിച്ച കായികമേള നടന്നു. വാർദ്ധക്യത്തിന്റെ അവശതകൾ മറന്ന് പെൻഷൻകാർ പങ്കെടുത്ത മേള കായികക്ഷമതയുടെയും കൂട്ടായ്മയുടെയും വേദി കൂടിയായി മാറി. ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് സ്കൂൾ മൈതാനത്ത് നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് OIC പതാക ഉയർത്തിയതോടെ കായികമേളയ്ക്ക് തുടക്കമായി. തുടർന്ന് നടന്ന മാർച്ച് പാസ്റ്റിൽ ഫാദർ ബെഞ്ചമിൻ സല്യൂട്ട് സ്വീകരിച്ചു. സംഘടനയുടെ പ്രമുഖ നേതാക്കളായ MK സുകുമാരൻ, VC ഗീവർഗീസ് എന്നിവർ മേളയുടെ സുഗമമായ നടത്തിപ്പിന് നേതൃത്വം നൽകി. കായിക അധ്യാപകരായ സാജു ജെയിംസ്, അന്നമ്മ ബെന്നി, ഡെന്നി ജെയിംസ്, ശ്രീവത്സൻ എന്നിവർ മത്സരങ്ങൾ നിയന്ത്രിച്ചു. വിവിധ പ്രായപരിധിയിലുള്ളവർക്കായി വൈവിധ്യമാർന്ന കായിക മത്സരങ്ങളാണ് മേളയുടെ ഭാഗമായി ഒരുക്കിയിരുന്നത്. സർവീസിൽ നിന്നും വിരമിച്ചതിനു ശേഷവും ശാരീരികവും മാനസികവുമായ ഉന്മേഷം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് KSSPU ഇത്തരമൊരു കായികമേള സംഘടിപ്പിച്ചത്. വിജയികൾക്ക് ചടങ്ങിൽ വെച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സെൻട്രൽ ലയൺസ് ക്ലബ്, SNDP വനിതാ സംഘം എന്നീ സംഘടനകൾ സംയുക്തമായി സെർവിക്കൽ ക്യാൻസർ വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കും. ശാസ്ത ഹെൽത്ത് കെയർ ആശുപത്രിയിൽ ചൊവ്വാഴ്ച രാവിലെ 11 മുതൽ രജിസ്ട്രേഷൻ നടക്കും. 17-ന് വാക്സിനേഷൻ ചെയ്യുന്നവർക്ക് അടുത്ത 2 ഡോസ് പ്രതിരോധ കുത്തിവയ്പ് സൗജന്യമായി നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ KS ശ്രീനിവാസൻ, CG സുനിൽ, വടക്കാഞ്ചേരി സെൻട്രൽ ലയൺസ് ക്ലബ് പ്രസിഡന്റ് സുഭാഷ് പുഴയ്ക്കൽ, അഭിലാഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ അന്തിക്കാട് സ്റ്റേഷൻ പരിധിയിലെ ജനമൈത്രി പോലീസ് സംവിധാനം പുനരാരംഭിക്കുന്നതിന്റെ ഭാഗമായി പ്രവർത്തകരുടെ പ്രഥമ യോഗം ചേർന്നു. അന്തിക്കാട് സ്റ്റേഷൻ വനിതാ SI അനു ജോസ്, CPO NK അനൂപ് എന്നിവർ മാർഗനിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു. 5 പഞ്ചായത്തുകളിലായി വാർഡ് തലത്തിൽ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കും. തൃശൂർ ശക്തൻ തമ്പുരാൻ ലയൺസ് ക്ലബിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം കൊഴുക്കുള്ളി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നടന്നു. നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ജോബി ജോസ്, ലയൺസ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ വിമൽ വേണു, ചാർട്ടർ പ്രസിഡന്റ് KK സജീവ്, A കുമാർ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് മോഹനൻ നടോടി അധ്യക്ഷത വഹിച്ചു. രഘു പണിക്കർ, മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രാജീവ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുരേഷ്, സജിത ജനാർദ്ദനൻ, ജിജി, മോനിഷ, പ്രതീഷ്, T അബിൻ തുടങ്ങിയവർ പങ്കെടുത്തു. മനക്കുടി വാര്യം കോൾപ്പടവിലെ കൊയ്ത്തുത്സവം നടത്തി.
മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം സലിജ സന്തോഷ് അധ്യക്ഷയായി. 118 ഏക്കറിലാണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. അന്തിക്കാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് NC സതീഷ്, മെമ്പർ ഓമന അശോകൻ, അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CL ജോൺസൺ, വൈസ് പ്രസിഡന്റ് നവ്യ അഖിൽ, കൃഷി ഓഫീസർ സ്വാതി സാബു, കർഷക സംഘം മണലൂർ ട്രഷറർ K രാഗേഷ്, പടവ് പ്രസിഡന്റ് പുഷ്കരൻ കുറവത്ത്, സെക്രട്ടറി KK അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ജില്ലാ ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ സംഘടിപ്പിച്ച മിസ്റ്റർ തൃശൂർ മത്സരത്തിൽ ജൂനിയർ വിഭാഗം 60 കിലോയിൽ KD ദീപക് ചാമ്പ്യനായി. അവണിശ്ശേരി പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിലാണ് മത്സരം നടന്നത്. മൂത്രത്തിക്കര സ്വദേശിയായ ദീപക് നെല്ലായിലെ യൂണിറ്റ് ഫിറ്റ്നസ് ഹബ്ബിലാണ് പരിശീലനം നടത്തുന്നത്. ഒളരി എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് കോളേജിലെ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ്. ഇനി വാണിജ്യം. ഒലിവ് ഹെൽത്ത് കെയറിന്റെ 3ാമത്തെ സ്ഥാപനം വെങ്കിടങ്ങ് മേച്ചേരിപ്പടി KCB ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ് അധ്യക്ഷത വഹിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് ക്ലെമന്റ് ഫ്രാൻസിസ്, തളിക്കുളം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CM നൌഷാദ് എന്നിവർ മുഖ്യാതിഥികളായി. പഞ്ചായത്ത് അംഗങ്ങളായ മണികണ്ഠൻ മഞ്ചറമ്പത്ത്, റിനിത കബീർ, ലക്ഷ്മി മഹേഷ്, NK വിമല, ശോഭന മുരളി, AH ഫൈസൽ, വെങ്കിടങ്ങ് വ്യാപാരി ഏകോപന സമിതി പ്രസിഡന്റ് PP ചന്ദ്രശേഖരൻ, ബിൽഡിംഗ് ഓണർ കബീർ മുഹമ്മദ് അലി, പ്രോജക്ട് മാനേജർ ദിനേഷ്, മാനേജിംഗ് പാർട്ണർമാരായ IA അരൂപ്, KK ക്രിജിത്ത് എന്നിവർ സംസാരിച്ചു. 24 മണിക്കൂറും ഡോക്ടർമാരുടെ സേവനം, ECG, ലബോറട്ടറി ഫാർമസി സേവനങ്ങൾ, ഹോം കെയർ സേവനങ്ങൾ, 4 കിലോമീറ്റർ ചുറ്റളവിൽ മെഡിസിൻ ഡെലിവറി, എല്ലാ ലാബ് പരിശോധനകൾക്കും 10 മുതൽ 20% വരെ ഡിസ്കൗണ്ട്, എല്ലാ മരുന്നുകൾക്കും 15% ഡിസ്കൗണ്ട് എന്നിവ ഇവിടുത്തെ പ്രത്യേകതകളാണ്. ഫെബ്രുവരി 22 രാവിലെ 9 മുതൽ 12 വരെ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന 100 പേർക്ക് സൗജന്യ ഗർഭാശയ ക്യാൻസർ നിർണയ ക്യാമ്പ്, ഫെബ്രുവരി 26 സൗജന്യ കേൾവി പരിശോധന ക്യാമ്പ്, ഫെബ്രുവരി 27 സൗജന്യ അസ്ഥിബല പരിശോധന ക്യാമ്പ് എന്നിവ നടക്കും. പ്രൈം TV റിപ്പോർട്ടർ അഫ്സൽ പാടൂർ, ഫുട്ബോൾ താരം ജിഷ്ണു, ആശാ വർക്കർമാർ, ആംബുലൻസ് ഡ്രൈവർമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരെ ഉദ്ഘാടന ചടങ്ങിൽ ആദരിച്ചു. വാടാനപ്പള്ളി, 3 പീടിക എന്നിവിടങ്ങളിൽ ഇവരുടെ മറ്റു ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,460, പവന് 1,15,680. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഇന്ന് മഹാശിവരാത്രി. വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ ഒഴുക്ക്. മഹാപരിക്രമയാത്രയിൽ 100 കണക്കിന് പേർ അണിനിരന്നു. തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് റവന്യൂ മന്ത്രി K രാജനെയും മുൻമന്ത്രി VS സുനിൽകുമാറിനെയും പ്രതി ചേർത്ത് കേസെടുക്കണമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. തിരുവമ്പാടി ദേവസ്വത്തെ പ്രതി ചേർക്കാനുള്ള നീക്കം വാദിയെ പ്രതിയാക്കുന്ന നിലപാടാണെന്നും ഗോപാലകൃഷ്ണൻ. ചാവക്കാട് അകലാട് 3 ഇനിയിൽ വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന 7 വയസ്സുകാരന് തെരുവ് നായയുടെ കടിയേറ്റു. രക്ഷിക്കാനെത്തിയ അമ്മയ്ക്കും നായയുടെ കടിയേറ്റു. ഒല്ലൂർ ക്രിസ്റ്റഫർ നഗർ ജംഗ്ഷനിൽ മിനി ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണിലും ലോട്ടറി കടയിലും ഇടിച്ച് അപകടം. വരദരപ്പള്ളി വില്ലേജ് ഓഫീസിന് സമീപം കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു. തൃപ്രയാർ ബസ് സ്റ്റാൻഡ് വാടകയ്ക്ക് നൽകാനുള്ള പഞ്ചായത്ത് ഭരണസമിതി തീരുമാനത്തിനെതിരെ CPM. പുതിയ തീരുമാനം ബസ് യാത്രക്കാരെയും ജീവനക്കാരെയും പ്രതികൂലമായി ബാധിക്കുമെന്നും ആരോപണം. ക്രൈസ്തവ വിശ്വാസികളുടെ വലിയ നോമ്പാചരണത്തിന് നാളെ തുടക്കം. നോമ്പിന് തുടക്കം കുറിച്ച് നാളെ വിഭൂതി തിരുനാൾ ആചരിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.